റെസിൻ വർക്കുകൾ ചെയ്യുമ്പോൾ മണി സേവ് ചെയ്യാൻ വേണ്ടി സിലിക്കോൺ സ്റ്റിക്ക് മസ്റ്റാണ്. മിക്സ് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് ഫോർക്ക് ഉപയോഗിക്കാം. വുഡൻ സ്റ്റിക്ക് 1-2 പ്രാവശ്യത്തേക്കുള്ളിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം പ്ലാസ്റ്റിക് ഫോർക്ക് ഉപയോഗിക്കാം. വുഡൻ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ അതൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലെ അതിൽ നിന്ന് പൊടികൾ റെസിനിൽ വീണ് റെസിൻ്റെ ഭംഗി കുറയാൻ കാരണമാകും. ടേബിൾ ലെവലാണോ എന്ന് അറിയാൻ വേണ്ടി വാട്ടർ ലെവലർ എപ്പോഴും ഉപയോഗിക്കണം. അത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്. റെസിൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 kg 2 kg നമ്മൾ വാങ്ങിച്ചു വെക്കണം. ചെറിയ ഗ്രാമിൽ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിൻ്റെ രൂപ ഭയങ്കര കൂടുതലാണ്. ക്യാൻഡിൽ, കേക്ക്, റെസിന് ഇത് 3ഉം ഉണ്ടാക്കുന്ന സിലിക്കോൺ മോൾഡുകൾ കിട്ടും. അതിൻ്റെ അകത്ത് ചില ബ്രാൻഡുകളിലെ സിലിക്കോൺ മോൾഡിന് ഭയങ്കര റേറ്റ് കുറവായിരിക്കും. അത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് വേണം വാങ്ങിക്കാൻ. സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡാണേലും മതി. കേക്ക് ഉണ്ടാക്കുന്നതിലും ഒത്തിരി വെറൈറ്റി റെസിൻ മോൾഡുകൾ കിട്ടും. സിലിക്കോൺ സീലർ വെച്ചിട്ട് സിലിക്കോൺ മോൾഡ് ഉണ്ടാക്കുന്നത് ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്നവർ സമയം കിട്ടുമ്പോൾ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. റെസിൻ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ നെക്സ്റ്റായിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 1:1 റെസിനുണ്ട്, 2:1 റെസിനുണ്ട്, 3:1 റെസിനുണ്ട്. ഈ റേഷ്യോയിൽ എടുക്കുമ്പം നമ്മൾ മെഷർമെൻ്റ് എടുത്താലേ ഉള്ളൂ കറക്റ്റ് രീതിയിൽ നമുക്ക് അത് ക്യൂറായി കിട്ടത്തുള്ളൂ. അളവ് മാറിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉണങ്ങില്ല.